ഇതിന്റെ കാരണക്കാരന് വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് അവനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ചെല്ലുമ്പോ ഒക്കെ പറയും കൊണ്ടുപോകില്ല, അഞ്ഞ് കൊണ്ടുപോകില്ല, ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ. ഓള് പോരാ. അസ്സലാമലൈക്കും. 3 വയസ്സുള്ള തന്റെ മകളുടെ മുന്നിലിട്ട് ഭാര്യയെ അതിക്രൂരമായി കൊലപ്പെടുത്തിയ യാസിറിന്റെ ഉമ്മയുടെ ഒരു വീഡിയോസ് നമ്മൾ കണ്ടിരുന്നല്ലോ. നമ്മളൊന്നും അറിഞ്ഞതല്ല സത്യം. അവർ പറയുന്നത് മറ്റു ചിലതാണ്. ഷിബിലയുടെ ഉപ്പ ഇപ്പോഴും ഗുരുതരാവസ്ഥയിൽ തന്നെയാണ്. ഈ യാസറിന്റെ ഉമ്മ സംസാരിക്കുന്നത് കേട്ടാൽ അത്ര ഗൗരവമുള്ള ഒരു കാര്യമായിട്ട് അവർക്ക് തോന്നുന്നേ ഇല്ല. വളരെ നിസ്സാരമായിട്ടാണ് അവർ ഈ കാര്യങ്ങളെല്ലാം പറയുന്നത്. പിന്നെ അവർ പറയുന്നുണ്ട് ഇതിനെല്ലാം കാരണക്കാരി ഷിബിലയും അവളുടെ വാപ്പയും അവരുടെ ഉപ്പയും ആണെന്ന്. അവരാണ് ഇതിനെല്ലാം കാരണക്കാരി എന്നാണ് ഇപ്പോഴും പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. പിന്നെ അവർ പറയുന്നത് തന്റെ മകൻ ലഹരിക്കൊന്നും അടിമയല്ല, അവൻ യാതൊരു കുഴപ്പത്തിലും ചെന്ന് ചാടിയിട്ടൊന്നുമില്ല, ഇതുവരെയ്ക്കും അവൻ അങ്ങ് ഡീസന്റ് ആയിരുന്നു എന്നാണ് ഈ ഉമ്മ പറയുന്നത്. പിന്നെ അവർക്കിടയിൽ അല്പസ്വല്പം സ്വരച്ചേർച്ചയൊക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ ഇത്രമേ വഷളാക്കിയത് ഈ ഷിബിലയുടെ വീട്ടുകാരാണ് എന്നാണ് ഈ ഉമ്മ പറഞ്ഞുകൊണ്ട് വരുന്നത്. പിന്നെ തന്റെ മകളുടെ, അതായത് മരുമകളുടെ മയ്യത്തൊന്ന് കാണാൻ പോലും എനിക്ക് സാധിക്കുന്നില്ലല്ലോ എന്നും പറഞ്ഞിട്ട് പൊട്ടിക്കരയുകയാണ് ഈ ഉമ്മ. പോലെ രണ്ടാളും അവനറിയാതെ പോലെ ഒളിച്ചോടി പോയതാണ്. അന്നേരം ശേഷം നമ്മൾ കോടതിയിൽ നിന്ന് നമ്മളെ കൂടെ പോലെ കൂട്ടിക്കൊണ്ടുവന്ന് നമ്മളെ വീട്ടിൽ നിന്ന് 2 വർഷം നമ്മളെ വീട്ടിൽ നിന്ന്. അന്നേരം ശേഷം നമ്മളൊരു വാടക വീട് എടുത്തിട്ട് കോട്ടേഴ്സ് എടുത്ത് പോലെ രണ്ടാളും അങ്ങോട്ട് താമസാക്കി. അന്നേരം ശേഷം പിന്നെ ഗർഭിണിയായി നമ്മളെ വീട്ടിൽ കൊണ്ടുവന്നു. അന്നേരം നമ്മൾ പ്രസവമൊക്കെ എടുത്ത് നോക്കി. പിന്നെ നമ്മൾ അവിടെ തന്നെ കൊണ്ടാക്കി വരികയും പോവുകയും ചെയ്ത്. കുട്ടിയായി ഞാൻ 6 മാസമായാലാണ് ഓലെ രണ്ടാളെയും വന്നിട്ട് അങ്ങോട്ട് വരണമെന്ന് അന്ന് വന്ന് ക്ഷണിച്ച്. അപ്പോൾ പോയി, രണ്ടാളും പോവുകയും ചെയ്തിട്ട് പോലും അങ്ങോട്ടും ഇങ്ങോട്ടും വരികയും പോവുകയൊക്കെ ചെയ്തുകൊണ്ട് നിൽക്കുന്നതാണ്. പോലും നമ്മളെ വീട്ടിൽ വന്ന് നമ്മളോലും അങ്ങനെ വന്നുകൊണ്ടിരിക്കുകയാണ്. ഇപ്പം അടുത്ത് ഒരു 5-6 ദിവസം, 1 മാസം മുന്നേ രണ്ടാളെന്തോ ഇതിന് വഴക്കുണ്ടായി എന്ന് പറഞ്ഞു. ഓനെന്നെ വിളിച്ച് പറയുന്നത് ഇങ്ങനെ സംഭവിച്ചിരിക്കുമ്പോ ഇനി നമ്മളെന്താ ചെയ്യുക, ഓളെന്തോ ചെയ്തിരിക്കുന്നല്ലോ പോയിട്ട് ഞങ്ങൾക്ക് ഓർമ്മയില്ല. പിന്നെ എന്താണ് സംഭവിച്ചത്, എടുക്കാൻ ചെന്ന പോലെ എന്തോ പറഞ്ഞ് വാപ്പാണ് ഇതിന്റെ കാരണക്കാരന്. വാപ്പാണ് ഇങ്ങനെ ഓനെ വാശി പിടിച്ചിട്ട് അവനോട് ഇങ്ങനെ ദേഷ്യം പിടിക്കുന്നത്. ചെല്ലുമ്പോ ഒക്കെ പറയും കൊണ്ടുപോകില്ല, അഞ്ഞ് കൊണ്ടുപോകില്ല, ഞങ്ങൾക്ക് എന്റെ പേരും വിടാൻ താല്പര്യമില്ല എന്നൊക്കെ. ഓള് പോരാന്നും പറയുന്നുണ്ട് എന്ന്. അതാ ഞങ്ങളോട് പറയുന്നത്. ഞങ്ങൾ കേൾക്കല്ല, ഞങ്ങൾ കാണുന്നില്ല. അതാണ് നമ്മൾ സംഭവിച്ചത്. പിന്നെ എന്താണ് നടന്നത് നമുക്കൊന്നും അറിയൂല. ഞങ്ങൾക്ക് ഞങ്ങളെ മോൾക്ക് പോയി എനിക്ക് മോളൊരു നോക്ക് കാണാനുള്ള സംവിധാനങ്ങൾ ഉണ്ടാക്കി. ഞാനിവിടെ 5 കൊല്ലം നോക്കിയത് ഞങ്ങളേറ്റവും ഒരു സ്ഥാനാവില്ല. എനിക്കൊരു നോക്ക് കാണാനുകളുടെ മോളെ എനിക്ക് കാണിച്ചു തരാനുള്ള സംവിധാനങ്ങളാക്കിക്കാണ്ട് പോകാൻ പറ്റില്ല. അത്രയുള്ളൂ. എന്റെ മോക്കൊരു ബൊമ്മല്ലാണ്ടായി പോയി. ഒരു വാശി പിടിപ്പിച്ചിട്ടൊക്കെ ഒരു വാശിപ്പുറത്തല്ലേ ഇതൊക്കെ വന്നത്. അല്ലാണ്ട് ഒരു തെറ്റോ പെടുക്കോ കച്ചറ ഇല്ലാത്ത ആൾക്കാരല്ലേ. എനിക്ക് ഒരു മോളെ നോക്ക് കാണാനും. ഇവിടെ ലഹരിയേക്കാൾ വില്ലൻ പൊസസീവ്നെസ് ആണ്. അതായത് അവൻ പറയുന്നതിനപ്പുറത്തോട്ട് നിൽക്കരുത്, അവൻ പറയുന്നത് മാത്രം കേട്ട് നിൽക്കണം. അവളൊരു സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാല് അത് തെറ്റാണ്. അവൾ അഹങ്കാരിയാണ്. സ്വന്തമായിട്ടൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാല് അവൾ അഹങ്കാരിയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു ചിന്താഗതി ഉണ്ടല്ലോ, ഒരുമാതിരി വൃത്തികെട്ട ചിന്താഗതി. ആ ഒരു ചിന്താഗതിയാണ് ഈ യാസറിനും അവരുടെ കുടുംബത്തിനും ഒക്കെ ഉണ്ടായിരുന്നത്. എന്തൊക്കെ പറഞ്ഞാലും ആ ഉപ്പാന്റെ കൈ തട്ടി മാറ്റിയിട്ട് അവളെ നിക്കാഹ് കഴിച്ച ആ പയ്യനെ വഞ്ചിച്ചിട്ട് പ്രണയിച്ച യാസറിനൊപ്പം അവൾ ഇറങ്ങി പോവുകയാണ് ചെയ്തത്. അവൾ ഇറങ്ങി പോകാൻ നേരത്ത് ഒരുപാട് സങ്കടപ്പെട്ട് ആ ഉപ്പ കരഞ്ഞ് നിലവിളിച്ച് പറഞ്ഞു മോളെ പോകല്ലേ എന്ന്. പക്ഷെ ഒരിക്കലും അവളത് കേട്ടില്ല. യാസറിനൊപ്പം ഇറങ്ങി പോവുകയാണ് അവൾ ചെയ്തത്. ആ സമയത്ത് ആ ഉപ്പാടെ മനസ്സ് എത്രത്തോളം വേദനിച്ചിട്ടുണ്ടാവും. അന്ന് ഇതിനൊക്കെ വളം വെച്ചു കൊടുത്തത് ഈ യാസറിന്റെ ഉമ്മ തന്നെയാണ്. അവരുടെ മകളാണ് ഈ നിക്കാഹ് കഴിഞ്ഞിട്ട് വല്ലവന്റെ കൂടെ ഒളിച്ചോടി പോയതെങ്കിൽ അവര് സഹിക്കുവോ? ഒരിക്കലും സഹിക്കത്തില്ല. അന്നേ ഓരോരുത്തരും പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇവനാണെങ്കിൽ ലഹരിക്കൊക്കെ അഡിക്റ്റ് ആണെന്ന്. അപ്പൊ ഈ വാപ്പ ഷിബിലയോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു മോളെ ഈ ബന്ധം നമുക്ക് ചേരുന്നതല്ല, ഇത് വേണ്ട എന്ന്. പക്ഷെ അത് അവള് കേട്ടില്ല. അപ്പോ ആ ഒരു സമയത്ത് പ്രണയിക്കുന്ന സമയത്ത് എന്ത് പറഞ്ഞാലും അതിപ്പം തലമുണ്ടയിലോട്ട് കേറത്തില്ല. അതിപ്പോ ഈ ഷിബിലയുടെ കാര്യം മാത്രമല്ല, ഇപ്പോഴത്തെ പെൺകുട്ടികളെല്ലാം ഇങ്ങനെയൊക്കെ തന്നെയാണ്. എങ്കിലും അവൾക്കൊരു പ്രശ്നം വന്നപ്പോ ആ വാപ്പ തള്ളിക്കളഞ്ഞില്ല. അവളെ ചേർത്ത് പിടിച്ചിട്ട് അവളെയും കുട്ടിയെയും വീട്ടിലേക്ക് കൂട്ടിക്കൊണ്ടുവരികയാണ് ചെയ്തത്.
പറയും ഓള് പോരാൻ പറയും നിങ്ങൾ എന്തിനാ തടസ്സം ചെയ്യുന്നത്, ഞാൻ ഓളിക്കുമായിട്ടല്ലേ ഞങ്ങൾ ഇറങ്ങിപ്പോകുന്നത്, പിന്നെ അത് എന്തിനാ അങ്ങനെ തടസ്സം ചെയ്യുന്നതെന്ന് പറഞ്ഞോല്ലേ. അപ്പോൾ ഓക്ക് അങ്ങനെ പോരാൻ പറ്റായിട്ട് ഓള് പോയിരുന്നില്ല. എന്നാണ് മുമ്പ് ഇവിടെ വന്ന് എൻ്റെ അടുത്ത് വന്ന് അവിടെ വന്ന് കിടന്ന് കരഞ്ഞിട്ട് പറഞ്ഞ് പാപ്പ ഇങ്ങനെ പറഞ്ഞിട്ടാണ് ഓളോട് പറഞ്ഞു. ഞാൻ ഓളെ കയ്യും കാലും പിടിച്ചിട്ട് മാപ്പ് പറഞ്ഞിട്ട് എൻ്റെ ഭാഗത്ത് നിന്ന് ഇനി ഒന്നും ഉണ്ടാവില്ല എന്ന് പറഞ്ഞു. അത്രയും ഇവിടുന്ന് നമ്മൾ പറഞ്ഞു അവിടുന്ന് പറഞ്ഞിട്ട് ഓള് പോരാൻ തയ്യാറുള്ള ഓനെന്തിനെങ്ങനെ നിർത്തും, എൻ്റെ മോളെ വിചാരിച്ചിട്ട് ഓന് വിടരുത്, ഓന് കാലാകാലം ഓളെ പോറ്റാനാവോ, എന്തിനാ ഓൻ അങ്ങനെ ചെയ്യുന്നതെന്ന് വെച്ചാൽ ഞാൻ പറഞ്ഞു ഒന്നും ടെൻഷൻ ആയില്ലെങ്കിൽ ഇവിടെ നിൽക്ക്, കുറച്ച് ദിവസം ആടെ നിൽക്കട്ടെ എന്നാണ് നിർത്തിയ ഒരു പള്ളി കമ്മിറ്റി പറഞ്ഞു. പള്ളി കമ്മിറ്റി പറഞ്ഞതിന്റെ ശേഷം ഓല് നമ്മൾ വിളിച്ച് പിന്നെ ഓല് വരുന്നില്ല. ബന്ധുക്കളൊക്കെ ഇന്നലെയൊക്കെ പറഞ്ഞത് ലഹരി വല്ലാതെ ഉപയോഗിക്കുന്നു. ഞങ്ങൾ ഇക്കാലം വരെ ഇത്രയും വയസ്സോ 25ാമത്തെ വയസ്സോ ഞങ്ങൾ 21 വരെ ഒരു പ്രശ്നം വന്നിട്ടോ ഒരു അടി പിടിയോ കച്ചറ ഉണ്ടായില്ല. ഓളെ കല്യാണം കഴിച്ചു കൊണ്ടുവന്നപ്പോൾ എവിടെങ്കിലും പോയി ജീവിക്കുന്നിടത്ത് നിന്ന് ഓള് പെൺകുട്ടിയല്ല ഓള് എവിടെങ്കിലും ആയിപ്പോണ്ടാന്ന് വെച്ചിട്ട് ഞാൻ കോടതിയിൽ നിന്ന് അവളെ കൊണ്ടുവന്ന് ഞങ്ങളെത്ത് 5 കൊല്ലമായി ഓള് ഞങ്ങളെത്ത് വന്നിട്ട് ഇന്ന് വരെ ഞങ്ങളുമായിട്ട് ഒരു എതിർപ്പില്ല. ഓള് ഓനായിട്ടൊരു എന്തോ കച്ചറ കാര്യം കൊണ്ട് ഞങ്ങളോട് പറഞ്ഞിട്ടില്ല, ഞങ്ങളെടുത്തൊക്കെ അങ്ങനെ തെറ്റി വന്നു. ഇപ്പൊ അവര് പറയുന്നത് ഇവള് വിളിച്ചിട്ട് വന്നില്ല, അവളുടെ വാപ്പ വിട്ടില്ല എന്നൊക്കെയാണ്. എന്തായാലും ഇപ്പൊ എല്ലാ കുറ്റങ്ങളും അവളുടെ വാപ്പയുടെ തലയിലേക്ക് ആക്കി ഇട്ട് കൊടുത്തിരിക്കുകയാണ് ഇവരെല്ലാവരും കൂടി. എന്തായാലും ഈ ഭാര്യ ഭർത്താക്കന്മാർക്കിടയില് വഴക്കും അടിയും എല്ലായിടവും ഉണ്ടാവാറുണ്ട്. പക്ഷെ അതിലൊരു പെണ്ണൊരു തീരുമാനം എടുത്തു കഴിഞ്ഞാൽ അവളൊരു അഹങ്കാരി. പെണ്ണെന്ന് പറഞ്ഞാല് അടക്കം വേണം, ഒതുക്കം വേണം, അങ്ങനെ വേണം, ഇങ്ങനെ വേണം എന്നൊക്കെ പറഞ്ഞ് കുറെ അവർക്കൊരു ചിന്താഗതിയുണ്ട്. അതിനപ്പുറത്തോട്ട് അവളൊന്ന് പ്രതികരിച്ചു കഴിഞ്ഞാല് അത് അവളൊരു അഹങ്കാരിയായി. എന്തുവായി ഷോക്കേഴ്സ് കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ച് പ്രതിമയെ കണക്കിരിക്കണം എന്നാണോ എല്ലാവരുടെയും ചിന്താഗതി? ഇപ്പൊ എല്ലാവരുടെയും ചിന്താഗതി അങ്ങനെയൊക്കെ ആയിരിക്കാം. അവൾ ഊമയെ കണക്ക് എവിടെ ഒന്നും മിണ്ടാതെ അനങ്ങാതെ ഇങ്ങനെ ഇരിക്കണം. അതായിരുന്നു ഈ യാസറിന്റെയും ചിന്ത. അവളൊന്നും പ്രതികരിക്കരുത്, അവളൊന്നും സംസാരിക്കരുത്, അവളെ ഇങ്ങനെ പ്രേമിച്ച് നടക്കുമ്പോഴുള്ള ഒരു ഇതൊന്നും അല്ല കല്യാണം കഴിഞ്ഞിട്ട്. അതൊക്കെ പിന്നീട് പതിയെ മനസ്സിലാവുള്ളൂ. ഇവരുടെ വിവാഹം കഴിഞ്ഞിട്ട് 2020 അതായത് ഒരു 5 വർഷമായിട്ടുണ്ട്. ഇതിനിടയ്ക്ക് ഒരുപാട് പ്രശ്നങ്ങൾ ഇവർക്കിടയിൽ ഉണ്ടായിട്ടുണ്ട്. ഇതൊന്നും തന്നെ ഈ ഉമ്മ അറിഞ്ഞിട്ടില്ല. ആ ഉമ്മയുടെ കണ്ണിൽ മകൻ ഇപ്പോഴും നല്ലവൻ തന്നെയാണ്. യാസറിന്റെ പ്രശ്നം എന്ന് പറഞ്ഞാല് കുഞ്ഞിന്റെ ബർത്ത്ഡേ പറഞ്ഞില്ല, കുഞ്ഞിനെ കാണാൻ പറ്റുന്നില്ല, അങ്ങനെയൊക്കെ ഉള്ള കുറെ ചിന്താഗതിയാണ് ഇവന്റെ മനസ്സിലുള്ളത്. യാസറിന്റെ ഉമ്മയുടെ സംസാരത്തിൽ യാസർ നല്ലവനാണ് എന്നാണ് അവരുടെ ഒരു കാഴ്ചപ്പാട്. ശരിയാണ്. എല്ലാ ഉമ്മമാർക്കും മക്കൾ നല്ലവര് തന്നെയാണ്. ആ ഉമ്മ അറിയുന്നില്ലല്ലോ മകന്റെ ലഹരി ഉപയോഗവും പിന്നെ അവന്റെ പോക്രിത്തരങ്ങളും ഒന്നും ആ ഉമ്മ അറിയുന്നില്ലല്ലോ. ശരിക്കും പറഞ്ഞ ആ 3 വയസ്സുള്ള ആ പിഞ്ചു കുഞ്ഞിന് ഉമ്മ ഇല്ലാതാക്കി. അല്ലാതെ എന്ത് പറയാനാ? ഇവന്റെ പീഡനം സഹിക്കാൻ വയ്യാതെയാണ് അവള് കുഞ്ഞിനെ എടുത്ത് അവളുടെ വീട്ടിലേക്ക് പോയത്. എന്തായാലും ആ വാപ്പായെയും ഉമ്മായെയും ഒക്കെ കണ്ണീരിലാഴ്ത്തിയിട്ട് ആ നിക്കാഹ് കഴിഞ്ഞ് ആ ചെറുക്കനെ വഞ്ചിച്ചിട്ട് ഇവന്റെ കൂടെ ഇറങ്ങിപ്പോയതാണ്. ആ ഒരു ജീവിതത്തിൽ പടച്ചവൻ എങ്ങനെ ബർക്കത്ത് കൊടുക്കേണ്ടത്? ഇപ്പോൾ ഒരുപാട് പെൺകുട്ടികൾ കല്യാണം കഴിഞ്ഞിട്ടും നിക്കാഹ് കഴിഞ്ഞിട്ടും നിശ്ചയം കഴിഞ്ഞിട്ടും ഒക്കെ അങ്ങ് ഒളിച്ചോടി പോവുകയാണ്. ഈ പ്രേമിച്ച് നടക്കുമ്പോൾ ഉള്ള ഒരു മാനസികാവസ്ഥയല്ല കല്യാണം കഴിഞ്ഞുള്ളത്. അതവര് മനസ്സിലാക്കുന്നില്ല. അവര് വിചാരിക്കുന്ന ഈ ഒരു സ്നേഹം, ഈ ഒരു സന്തോഷം ഒക്കെ ആ ലൈഫിൽ ഫുള്ള് കിട്ടുമെന്നാണ്. പക്ഷെ അതൊന്നുമല്ല യാഥാർത്ഥ്യം. അതൊക്കെ മനസ്സിലാക്കി ഇപ്പോഴത്തെ പെൺകുട്ടികൾക്ക് വിദ്യാഭ്യാസമുണ്ട്, പക്ഷെ വിവരം എന്ന് പറയുന്നത് തീരെയില്ല. അവര് അന്നേരം ആ ഒരു സ്നേഹത്തിന്റെ പിന്നാലെ അങ്ങ് പോയേക്കുവാണ്. പിന്നീട് ഇതുപോലെയുള്ള പ്രശ്നങ്ങളും എത്ര കണ്ടാലും കേട്ടാലും ഇപ്പോഴത്തെ പെൺകുട്ടികൾ പഠിക്കുന്നില്ല.